ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലാലേട്ടന്റെ പുതിയ പടം വൃഷഭ. ആൻഡ് ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഇതിന്റെ പോസ്റ്റർ മാത്രമേ കുറെ കാലമായിട്ട് കണ്ടിട്ടുള്ളൂ. ആൻഡ് ഇതിന് ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ഞാനത് റിയാക്ഷൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ സിനിമയുടെ ഡയറക്ടർ ആരാ, ഇത് ശരിക്കും മലയാളം പടമാണോ, ഒറിജിനൽ മലയാളം പടമാണോ എന്ന് നോക്കി. ആൻഡ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് തെലുങ്കിലും മലയാളത്തിലും ഒരുമിച്ച് ഷൂട്ട് ചെയ്തൊരു പടമാണ്. ഇതിന്റെ ഡയറക്ടർ ഒരു കന്നഡ ഡയറക്ടറാണ്. പുള്ളിയുടെ പേര് നന്ദു എന്നാണ്. പുള്ളി ഒരു 5-6 പടം എടുത്തിട്ടുണ്ട്. ആ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. ആൻഡ് ലാലേട്ടൻ തന്നെയാണ് മെയിൻ കാസ്റ്റ്. പിന്നെ ഒരു ചങ്ങായി കൂടെ ഉണ്ട്. ആ പുള്ളി ആരാണോ എന്താണെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അവിടുത്തെ ഒരു വലിയൊരു സ്റ്റാറിന്റെ മകനാണ്. പുള്ളി ഒരു പടം ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇതിലെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ കൈദിയിലൊക്കെ മ്യൂസിക് ഡയറക്ടറല്ലേ, സാംസി. പുള്ളി കിഡിലനാണ്. ആൻഡ് RDSന്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ ജസ്റ്റ് റെഫറൻസ് പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഞാൻ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. പ്ലീസ് ടു സബ്സ്ക്രൈബ് ഗൈസ്, പ്ലീസ് ടു സബ്സ്ക്രൈബ്. എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നമുക്ക് ട്രെയിലർ റിയാക്ഷനിലേക്ക് പോകാം. ഗോ. Quite interesting. തന്റെ സ്വപ്നങ്ങൾ The past never dies, it bleeds into every birth. കണ്ടറിയാം. ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും കാണുന്നു. What you can't define, the brain denies. വൃഷഭ. Target is approaching. Alert. എന്റെ അപ്പേ ഇല്ലാതാക്കാൻ ആളുകളെ ഇതെന്താടാ പുകയൊക്കെ? കന്നഡ തെലുങ്ക് ഡയറക്ടറല്ലേ, അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ബട്ട് പ്ലോട്ടിന്റെ ഒരു തീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാസ്റ്റ് ഫ്യൂച്ചർ മഗധീര പോലെ. പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണ്ടടാ. ഇത് ഇവനാണോ മെയിൻ, ലാലേട്ടനാണോ മെയിൻ? അങ്ങയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ട വേദിയിൽ വെച്ചാണ്. It's purely reincarnation. ഇവനെ കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ. ഭയങ്കര ആന, കുതിര, തേര്, രാജ്യം, രക്തം, അസമാധാനത്തിന്റെ ദുസ്വപ്നങ്ങളല്ലേ നിന്നെ അലട്ടുന്നത്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തക തക തക. പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. ഡിസംബർ 25. എന്താ മോനെ ഇത് ഭയങ്കര ബ്രഹ്മാണ്ഡമായിട്ടാണ് ഇവരെടുത്തത്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പടം ഇറങ്ങി കണ്ടിട്ട് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് വലിയ ഗൂസ് ബംസോ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പടം ചിലപ്പോൾ അടിപൊളിയായിരിക്കാം. ആ സെയിം ഡേറ്റിലാണ് നിവിൻ പോളിൻ്റെ പടം വരുന്നത്. നല്ലൊരു ക്ലാഷ് ആവട്ടെ, 2 പടം നല്ല പടമാവട്ടെ. ആൻഡ് എനിക്ക് ഇതിൽ ലാലേട്ടൻ്റെ പ്രസൻറ്റിലെ സീനൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ ആ ഒരു ഫീലാണ് കിട്ടിയത്. ഞാൻ കളിയാക്കിയതല്ല, ഐ എം സോറി. ആൻഡ് കുഴപ്പമില്ലാത്തൊരു ട്രെയിലർ. ആൻഡ് ഓഫ് കോഴ്സ് ഒരു കന്നഡ ടച്ചൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഭയങ്കര ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു സെറ്റാണ് മൊത്തം. കുഴപ്പമില്ല, തിരക്കേടില്ല. പക്ഷേ കണ്ടിട്ട് എനിക്കിത് നാളെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുള്ള ആ ഒരു ഫീൽ ഇല്ല. ബട്ട് പടം ഇറങ്ങട്ടെ, കണ്ടിട്ട് നമുക്ക് അതിൻ്റെ അഭിപ്രായം നോക്കാം. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം തായി കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.